രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉടനെത്തും. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലായി ഈ ആഴ്ച അവസാനത്തോടെയാണ് മൺസൂൺ രൂപപ്പെടാൻ സാധ്യത. ഇതിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ ചക്രവാത ചുഴികൾ സജീവമാണ്. മൺസൂൺ എന്നെത്തുമെന്നുള്ള ആകാംക്ഷയിലായിരിക്കും കേരളക്കര. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തിപ്പെടുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കണ്ടുവരുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലായി ഈ ആഴ്ച അവസാനത്തോടെ മൺസൂൺ എത്താനുള്ള സാഹചര്യമാണ് നിലവിൽ കാണുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദ മേഖല ഇന്ന് വടക്കോട്ടേക്ക് നീങ്ങുകയാണ്. നിലവിൽ ഇത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായ സാഹചര്യത്തിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5.8 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും അടുത്ത 48 മണിക്കൂറിൽ ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി ശ്രീലങ്ക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എന്തായാലും ഈ വർഷത്തെ കാലവർഷം ജൂൺ 1 തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജൂൺ ആദ്യം തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരള തീരത്തെത്തും. മെയ് 20ഓടെ ആൻഡമാൻ നിക്കോബാറിൽ മൺസൂൺ എത്തുമെന്നാണ് സൂചന. നിലവിൽ ദക്ഷിണേന്ത്യയിൽ ലഭിക്കുന്ന വേനൽ മഴയും ഇടിമിന്നലും കൃത്യസമയത്തുള്ള മൺസൂണിന്റെ സൂചനകളായാണ് കണക്കാക്കുന്നത്. കാലവർഷത്തിനു മുന്നോടിയായുള്ള ഇടിമിന്നലോടുകൂടിയ മഴയാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മഴക്കാലം കൃത്യമായി അവസാനിച്ചതും വേനൽക്കാലം തുടങ്ങിയതും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് അനുകൂലമായ സാഹചര്യമാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഇതിനകം തന്നെ വേനൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് കാണുന്നത്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തോടെയാണ് മഴ കൂടുതൽ വ്യാപിക്കുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും മധ്യതെക്കൻ ജില്ലകളിലും ശക്തമായ ഇടിയോടുകൂടിയ മഴയും ലഭിക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.